ചോദിക്കാൻ വരികയായിരുന്നു, ഈ പാസഞ്ചർ അമ്യൂണിറ്റി കമ്മിറ്റിയിൽ അംഗമായതിനു ശേഷം ആദ്യം ചെയ്ത ഒരു കാര്യം എന്തായിരുന്നു? റെയിൽവേ സ്റ്റേഷൻ്റെയും അതേപോലെ തീവണ്ടിയുടെയും ഈ ശുചിത്വം അത് പൂർണ്ണമായും ഞങ്ങൾ ഉറപ്പുവരുത്തി. രണ്ട്, യാത്രക്കാരുടെ സൗകര്യങ്ങൾ, അത് ഒരുപാട് സൗകര്യം അമ്യൂണിറ്റീസ് ഉണ്ട്. അത് റെയിൽവേ സ്റ്റേഷനിലായാലും തീവണ്ടിയിലായാലും അത് ഉറപ്പുവരുത്താൻ ഞങ്ങളുടെ ഏതാണ്ട് ഞാൻ 860 റെയിൽവേ സ്റ്റേഷനുകൾ ഇൻസ്പെക്ഷൻ നടത്തിയിട്ടുണ്ട് ഇന്ത്യയിൽ. മൊത്തം എത്ര റെയിൽവേ സ്റ്റേഷനുകൾ? ഏതാണ്ട് 1600 റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. അതിൽ 860 എണ്ണത്തിൽ നേരിട്ട് പോയി ഇൻസ്പെക്ഷൻ നടത്തിയിട്ടുണ്ട് 4 വർഷത്തിനിടയിൽ. അങ്ങനെ നമ്മുടെ റെയിൽവേ ഞങ്ങളെ ചുമതലയുടെ അപ്പുറത്തും ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ടിട്ട്. പക്ഷേ ഈ സ്വച്ഛ് റെയിൽവേ സ്റ്റേഷൻ എന്നുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു യാത്രയാണ്. കാരണം നമ്മൾ ഒരു സ്ഥലത്തു നിന്ന് ശരിയാക്കി തുടങ്ങുന്ന മറ്റേ സ്ഥലത്തു നിന്ന് വൃത്തികേടാക്കി തുടങ്ങാനും വലിയ സമയമൊന്നും വേണ്ടല്ലോ. അപ്പം എങ്ങനെയായിരുന്നു ഈ ഒരു ലക്ഷ്യം കംപ്ലീറ്റ് ആയിട്ട് പൂർത്തീകരിക്കാൻ സാധിച്ചത്? ഒന്ന്, അതിൽ ഏറ്റവും വലിയ ഗുണം കിട്ടിയത് പ്രധാനമന്ത്രിയുമായിട്ടുള്ള ചർച്ച, അതിൽ ഉദ്യോഗസ്ഥന്മാരും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ ഇൻസ്പെക്ഷന് വലിയ പ്രാധാന്യം ഞങ്ങൾക്ക് കിട്ടി. അപ്പോൾ ഞങ്ങൾ എല്ലാ റെയിൽവേ സ്റ്റേഷനിലും പോകുന്നില്ല, പക്ഷേ എല്ലാ 5-10 റെയിൽവേ സ്റ്റേഷനിലൂടെ ഞങ്ങൾ എല്ലാ റെയിൽവേ സ്റ്റേഷനിലെ പ്രശ്നങ്ങളാണ് അഡ്രസ്സ് ചെയ്യുന്നത്. അപ്പോൾ അക്കാര്യത്തിൽ നടപടിയെടുക്കാൻ ഉദ്യോഗസ്ഥന്മാർ തയ്യാറായി. കാരണം മുകളിൽ നിന്ന് അങ്ങനെയാണ് നിർദ്ദേശം വരുന്നത്. അപ്പോൾ ഞങ്ങളുടെ ശ്രമം, അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ ഇക്കാര്യത്തിലുള്ള നിർദ്ദേശം, ഇത് രണ്ടും കൂടി വന്ന സമയത്ത് അത് ഒരു ഓട്ടോമാറ്റിക്കായി ജനങ്ങളങ്ങ് ഏറ്റെടുത്തു ഈ സ്വച്ഛ് റെയിൽ എന്നുള്ളത്. ആദ്യം ഇതിൻ്റെ നമ്മുടെ ഒരു ഭാഗത്ത് നല്ല പുഷിങ് ഉണ്ടായി, പിന്നെ അതൊരു ജനങ്ങളങ്ങ് ഏറ്റെടുത്ത് കൂട്ടായ പരിശ്രമത്തിൻ്റെ ഭാഗം കൂടിയിട്ടാണ് ഇത്. പക്ഷേ ഒരു കാര്യം, നമ്മുടെ പ്രധാനമന്ത്രിയുടെ കഴിവ്, ശ്രദ്ധ, അതാണ് ഇതിൻ്റെ വിജയത്തിൻ്റെ ആധാരം.